നമസ്കാരം. ആശുപത്രിക്ക് മുന്നിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ 22-കാരൻ ചികിത്സാ സഹായം തേടുന്നു. തൊടുപുഴ തെക്കും ഭാഗം സ്വദേശി പാലക്കുന്നിൽ ജോമിൻ ജോണിയാണ് ദീർഘനാളത്തെ ചികിത്സാ ചെലവിനായി സഹായം അഭ്യർത്ഥിക്കുന്നത്. തൊടുപുഴ സ്മിത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജോമിനൊപ്പം ബൈസ്റ്റാൻഡറായി നിന്നിരുന്ന അമ്മ സിജിയും ഇതേ ആശുപത്രിക്ക് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് സമീപത്തെ കടയിലേക്ക് ഇറങ്ങിയ സിജി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലായിരുന്നു അപകടത്തിൽപ്പെട്ടത്. സ്മിത ആശുപത്രിക്ക് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങളും നടക്കുന്നത്. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ജോമിന് ചിന്താശേഷി വീണ്ടെടുക്കാനും വാരിയലിനും ശ്വാസകോശത്തിനുമേറ്റ പരിക്കുകൾക്കും തുടർ ചികിത്സ അത്യാവശ്യമാണ്. 22-ാം തീയതി വെങ്ങല്ലൂർ സ്മിത ആശുപത്രിക്കും SBI ATM സമീപം വെച്ച് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജോമിൻ ജോണിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ തന്നെ ജോമിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി ക്ഷതം കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിലാണ്. ന്യൂറോ ഇമേജിംഗ് പരിശോധനയിൽ തലച്ചോറിനുള്ളിൽ ഇരുവശങ്ങളിലുമായി രക്തസ്രാവം, തലച്ചോറിൽ നീർക്കെട്ട്, തലയൊട്ടിയിൽ പൊട്ടൽ ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇതിനു പുറമെ വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ട്. കൂടാതെ ശ്വാസകോശത്തിനും ക്ഷതം സംഭവിച്ചു. ന്യൂറോ സർജിക്കൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് വിദഗ്ധ ചികിത്സ നൽകി. ശ്വാസകോശത്തിന് ക്ഷതം, പേശികൾക്ക് തകർച്ച, താൽക്കാലിക വൃക്ക തകരാറ്, കരൾ എൻസൈമുകളുടെ അളവിൽ വലിയ വർധനവ്, ശരീരത്തിലെ ലവണങ്ങളുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് എൻസോഫിലോപ്പതി തുടങ്ങിയ ഗുരുതരമായ സങ്കീർണതകൾ ജോമിനുണ്ടായി. ഇവയ്ക്ക് ദീർഘകാല ചികിത്സയും നിരീക്ഷണവും ആവശ്യമാണ്. രോഗിയിൽ ക്രമേണയുള്ള ആരോഗ്യ പുരോഗതി കാണുന്നുണ്ടെങ്കിലും തലക്കേറ്റ ഗുരുതരമായ ക്ഷതം കാരണം ന്യൂറോളജിക്കൽ വൈകല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദീർഘകാല ന്യൂറോ പുനരധിവാസം, ഫിസിയോതെറാപ്പി, ചിന്താശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സ, നഴ്സിംഗ് പരിചരണം, മരുന്നുകൾ, കൃത്യമായ ന്യൂറോളജിക്കൽ പരിശോധനകൾ, വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയുള്ള തുടർ ചികിത്സയും ജോമിന് ആവശ്യമാണ്. രോഗമുക്തിക്ക് ദീർഘകാലം വേണ്ടിവരുമെന്നും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയും പുനരധിവാസവും ആവശ്യമായി വരുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഇതിനായി വലിയ തോതിലുള്ള തുക ആവശ്യമാണ്. ഇത്തരം ഒരു അപകടമുണ്ടായ അതേ ഘട്ടത്തിൽ തന്നെയാണ് ജോമിന്റെ അമ്മയ്ക്കും അപകടമുണ്ടാകുന്നത്. പരിക്കേറ്റ സിജിയും ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ മൂത്ത മകനും ഏതാനും മാസം മുൻപ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് പരിക്കേറ്റിരുന്നു. തുടർച്ചയായിട്ടുണ്ടാകുന്ന അപകടം വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന് ദുരിതം സമ്മാനിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഈ കുടുംബം പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബത്തിന്റെ ബാങ്ക് വിവരങ്ങളും മറ്റും ഈ പറയുന്നവയാണ്.